നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ ഇതുവരെ 13 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. അന്താരാഷ്ട്ര അവയവക്കടത്തിൽ 3 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവയവദാനത്തിൽ ഇടനിലക്കാരെ സംബന്ധിച്ച് പരാതിയായി ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. കേസോട്ട് ഓഡിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും പിഴവ് കണ്ടെത്തിയിട്ടില്ല എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അവയവദാനത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെല്ലാം നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ആരോഗ്യമന്ത്രി പ്രത്യേകിച്ച് ഇടനിലക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും സഭയെ അറിയിച്ചൊരു സാഹചര്യമുണ്ടല്ലോ. എന്താണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? എന്തൊക്കെ മറുപടികളാണ് ലഭിച്ചത്? ഈ സമകാലിക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു അവയവക്കടത്തും അതോടൊപ്പം തന്നെ അവയവദാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഇതിൽ ഇടനിലക്കാരും, അതായത് അവയവം ദാനം ചെയ്യുന്നതിൽ ഇടനിലക്കാരെ കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് 13 പേരെയാണ് നിലവിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇറാനിൽ പോയി അവയവം ദാനം ചെയ്ത സംഭവത്തിൽ, ഇറാനിൽ പോയി വൃക്ക ദാനം ചെയ്ത സംഭവത്തിൽ 3 പേരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര അവയവക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ 3 പേരെ പിടിക്കാനും അല്ലെങ്കിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നിർബന്ധിതമായിട്ടുള്ളൊരു അവയവക്കടത്ത് നടക്കുന്നില്ല. സമ്മതപൂർവ്വമുള്ള അവയവദാനത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ നിർബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി അവയവം കടത്തുന്ന ഒരു രീതി സംസ്ഥാനത്ത് തുടരുന്നില്ല. ഒരുപക്ഷെ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ സാമ്പത്തികമായി പ്രലോഭിപ്പിച്ചോ ആണ് ഇത്തരത്തിലുള്ള അവയവദാനങ്ങൾ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സഭയിൽ ഇത്തരത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീണ ജോർജ് മറ്റൊരു കാര്യം പറയുന്നത്, ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ കീഴിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അവയവദാനങ്ങൾ നടക്കുന്നത്. അതായത് 49 അവയവദാനങ്ങളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. സംസ്ഥാനത്തിന് പ്രത്യേകമായ രജിസ്റ്ററൊക്കെ ഉണ്ട്. കേസോട്ടോ സമയബന്ധിതമായി തന്നെ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. ഈ പരാതികളും അതോടൊപ്പം തന്നെ വാർത്തകളും ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ ഓഡിറ്റിംഗ് സമഗ്രമായി തന്നെ അല്ലെങ്കിൽ വളരെ കർശനമായി തന്നെ ഓഡിറ്റിംഗ് നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ അവയവദാനം അല്ലെങ്കിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരാതി ലഭിക്കുകയാണെങ്കിൽ മാത്രം അന്വേഷണം നടത്താമെന്നുമാണ് ഇപ്പോൾ നിലവിൽ ഈ ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പറയുന്നത്. അതോടൊപ്പം തന്നെ അവയവദാനവുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മുൻ വർഷങ്ങളെക്കാളും അവയവദാനം ഈ വർഷമായാലും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമായും മുൻ വർഷങ്ങളെക്കാളും അവയവദാനം കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മരണാനന്തര അവയവദാനമാണ്. 10% താഴെ മാത്രമാണ് ഈ മറ്റ് അവയവദാനങ്ങൾ നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക മാനദണ്ഡം അനുസരിച്ചാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി ഒരു പ്രത്യേക ഡോക്ടർമാരുടെ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പുറത്തുനിന്നുള്ളൊരു ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ പരാതികൾ ലഭിക്കുമെങ്കിൽ മാത്രം അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം അല്ലെങ്കിൽ മറുപടി വന്നിട്ടുള്ളത്. എന്തായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ നെടുമ്പാശ്ശേരി അവയവദാന കേസിൽ 13 പേരെയും അതോടൊപ്പം തന്നെ ഇറാനിൽ പോയി അവയവം ദാനം ചെയ്ത കേസിൽ 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ അവയവം ദാനം ചെയ്യുന്ന ഡോണർമാരെ സ്വാധീനിക്കുന്നു എന്ന രീതിയിലാണ് അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റ് ഇടനിലക്കാരായി നിൽക്കുകയോ അല്ലെങ്കിൽ ഇവരെ നിർബന്ധിച്ച് അവയവം കടത്തുകയോ ചെയ്ത കേസിലല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ലക്ഷ്മി, വിവരങ്ങൾ നൽകിയത്.